ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് നാം എല്ലാവരും. തുള്ളിക്കൊരു കൂടം പേമാരി എന്ന നിലയിൽ ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഉണരുവാനുള്ള സമയം പോലും നൽകാതെ പൊടുന്നനെ പൊട്ടിയൊഴുകിയ ദുരന്തം. സമാധാനത്തിൽ കിടന്നുറങ്ങിയ പലരും പുതിയ പുലരിയിൽ ഉണർന്നില്ല. അവരുടെ വീടുകൾ തകർന്നു, പലതും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഏക യാത്രാമാർഗമായിരുന്ന പാലവും നഷ്ടമായി. പ്രകൃതിയുടെ വികൃതി കണ്ട് അന്ധാളിച്ചു നിൽക്കാതെ കുന്നിൻ മുകളിലേക്ക് ഓടിയ ചിലർ രക്ഷപ്പെട്ടു. ദുരന്തഭൂമിയിൽ ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. കൽക്കൂനകൾക്കും ചെളിക്കുമ്പാരങ്ങൾക്കുമിടയിൽ ആർത്തലയ്ക്കുന്ന നദിയിലും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സൈന്യത്തിനും അഗ്നിരക്ഷാസേനകൾക്കും വനം വകുപ്പ്, പോലീസ് സേനാംഗങ്ങൾ എന്നിവർക്കും ഇവർക്കെല്ലാം മുന്നമേ ദുരന്തവാർത്ത കേട്ടയുടനെ ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നാട്ടുകാരായ പ്രിയപ്പെട്ടവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കവളപ്പാറയിലും പുതുമലയിലും ഉണ്ടായ ദുരന്തങ്ങൾ മറക്കാറായിട്ടില്ല. വിലാപ ഭവനങ്ങളെ പേറുന്ന മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ഇടങ്ങളിൽ ശേഷിക്കുന്നവർക്ക് നമുക്ക് താങ്ങും തണലുമാകാം. ആ ദേശവും ദേശത്തുള്ളവരും ആശ്വാസം പ്രാപിപ്പാൻ സർക്കാരിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ശ്രമങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 13:1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് 2 ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ച് യേശു കർത്താവ് ചില പാഠങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയെ മുഴുവനായിട്ടും വ്യക്തികളോടുള്ള പ്രായോഗിക പ്രമാണമായിട്ടും കർത്താവ് സംസാരിക്കുകയാണ്. ഒന്നാമതായി, യെരുശലേമിൽ ആരാധിപ്പാൻ കടന്നു വന്ന ഗലീലക്കാരെ കൂട്ടക്കൊല ചെയ്തത് ചൂണ്ടിക്കാണിക്കുന്നു. അവർ യാഗം അർപ്പിക്കുന്ന സമയത്ത് അവരെ കൊന്നുകളയുവാൻ ഗവർണർ ആയിരുന്ന പീലാത്തോസ് ഉത്തരവിട്ടു. കൊല്ലപ്പെട്ടവർ ഗലീലയിൽ പാർത്തു വന്ന യഹൂദന്മാരാണ് എന്ന് വേണം കരുതുവാൻ. ഗലീല നിവാസികളായ ഇവർ കഠിന പാപം ചെയ്തവരാണ് എന്നും അവരുടെ മരണം ദൈവത്തിന് പ്രസാദകരമാകുമെന്നുള്ള ധാരണയിലാണ് യെരുശലേമിലെ യഹൂദന്മാർ ഇപ്രകാരം പെരുമാറിയത്. എന്നാൽ മാനസാന്തരപ്പെടാതിരുന്നാൽ സകല യഹൂദന്മാർക്കും ഇങ്ങനെയുള്ള പീഡകൾക്കും മരണത്തിനും ഇടയുണ്ട് എന്ന് യേശു പറഞ്ഞു. അത് അപ്രകാരം അന്നു മുതൽ ഇന്നോളം യഹൂദന്മാർ അനുഭവിച്ചിട്ടും ഉണ്ട്. മറ്റൊരു സംഭവം ശീലോഹാം ഗോപുരം നിലംപതിച്ച വിവരമാണ്. ആ ദുരന്തത്തിൽ 18 പേർ മരണമടഞ്ഞു. ആ 18 പേർ കൊടും പാപം ചെയ്തിരുന്നതിനാൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ആരും ധരിച്ചു വയ്ക്കരുത് എന്ന് യേശു കർത്താവ് ജനത്തെ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ എവിടെയും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. അതിനെതിരെ മുൻകരുതൽ ഒന്നും എടുക്കുവാൻ കഴിഞ്ഞു എന്നും വരില്ല. പറന്നു പോകുന്ന വിമാനം താഴെ വീണ് കത്തി എത്രയോ പേർ ദാരുണമായി മാറ്റപ്പെടുന്നു. ആയിരക്കണക്കിന് യാത്രക്കാരുമായി ഉല്ലാസ യാത്ര പോയ കപ്പൽ മുങ്ങിപ്പോയ ചരിത്രങ്ങളില്ലേ? മോട്ടോർ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് മൂലം എത്രയോ ജീവനുകളാണ് വഴിയിൽ പൊലിയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും എത്രയോ ആയിരങ്ങളെയാണ് കൊന്നു ഒടുക്കുന്നത്. ഇതിനൊക്കെ എന്ത് വിശദീകരണം കൊടുക്കും? ആർക്ക് നിയന്ത്രിക്കാനാവും? മനുഷ്യനാൽ അസാധ്യം എന്നല്ലാതെ എന്തു പറയാൻ? ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബൈബിൾ പറയുന്നത് മനുഷ്യൻ്റെ അശ്രദ്ധയും വീഴ്ചയുമാണ് കാരണം എന്നാണ്. മനുഷ്യൻ്റെ അകൃത്യം നിമിത്തം അതിൻ്റെ ഭാരം താങ്ങാനാകാതെ ഭൂമി ആടിപ്പോകുന്നു പോലും. ഒരു മനുഷ്യൻ്റെ തലയിൽ അവന് വഹിക്കാവുന്നതിലും അധികം ഭാരം വെച്ചു കൊടുത്താൽ ആ വ്യക്തി ആടി ഉലഞ്ഞ് മറിഞ്ഞു വീഴും. അതുപോലെ മനുഷ്യൻ്റെ അകൃത്യം ഗുരുതരമായി തുടരുന്നതിനാൽ ഭൂമിമേൽ ഭാരം കൂടുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 24:5 ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. 17 മുതൽ വായിക്കുന്നത്, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. ഇന്ന് മണ്ണെടുപ്പുകാരും പാറ പൊട്ടിക്കൽക്കാരും വനം കൊള്ളക്കാരും മഹാദ്രോഹം ചെയ്യുകയാണ്. തൽഫലമായി പ്രകൃതി വികൃതി കാട്ടുമ്പോൾ കഷ്ടം അനുഭവിക്കുന്നത് സാധുക്കളായ മനുഷ്യരും. അടിയും തല്ലും ചണ്ടയ്ക്ക് കാശും പണവും ആരാർക്ക് എന്നൊരു ഈരടിയുണ്ട്. അതുമാതിരി പലതും വിറ്റ് കാശാക്കിയവർ അതുമായി കടന്നു.
ദുഃഖവും ദുരിതവും പേറുന്നവർ സാധാരണ ജനവും. തുടർന്ന് വായിക്കുന്നത്, ഉപവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഭൂമിക്ക് വരുന്ന ചാഞ്ചാട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നും ഉണ്ട്. ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും. ഭൂമിക്ക് ഒരു അവസാനം ഉണ്ടെന്ന് ISRO ചെയർമാൻ സോമനാഥ് ഒരിക്കൽ പറയുകയുണ്ടായി. ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 20:11 വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്ന് വായിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിപ്പാൻ ഇരിക്കൊണ്ട് ആകാശം ചുറ്റഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നാം വളരെ വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കുവാൻ പത്രോസ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പരിസമാപ്തിയെങ്കിലും ചില പരിഹാസികൾ പരിഹാസത്തോടെ കാര്യങ്ങളെ പുച്ഛിക്കുന്നവരായിട്ട് ഉണ്ടാകുമെന്ന് പത്രോസ് തൻ്റെ 2-ാം ലേഖനം 3:3 മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത് പ്രകാരമാണ്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ടതിനു ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായിത്തീരും. അങ്ങനെ ഭാഗ്യവാന്മാർ ആയിത്തീരുവാൻ എല്ലാ ശ്രോതാക്കളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.